നിന്റെ കൂടെയുള്ള വിഡ്ഢി സ്ത്രീക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയുള്ള ആണത്തമില്ലാത്ത നിന്റെ അണ്ടി മുറിച്ച് കളഞ്ഞ് പന്നിക്ക് ഇട്ട് കൊടുക്കുക, അവരെങ്ങനെ തിന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. നിനക്ക് അണ്ടിയുടെ ആവശ്യം നിനക്ക് അറിയില്ലെങ്കിൽ, ആണത്തിലെത്ത വിവരം പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അണ്ടി മുറിച്ചിട്ട് പന്നിക്ക് തീറ്റിക്കാൻ കൊടുക്കും. പന്നി അത് കഴിച്ച് സുഖിച്ച് കിടന്നോളും. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. നിനക്ക് എത്രത്തോളം ഒരു കുമ്മുട്ടി കോഹൻലാൽ ഒരു ഗ്ലീഷോ നിൻ്റെ കൂട്ടത്തിലുള്ള ഒരു വിഡ്ഢികളെ ചത്തവരാണ്. നിങ്ങൾ വിഡ്ഢികളാണെന്ന് പറഞ്ഞ് നിങ്ങളെ ഒന്നുമില്ലാണ്ടാക്കിയിട്ടും നിങ്ങൾ വീണ്ടും ഒന്നുമില്ലാത്ത പോലെ ഇരിക്കുകയാണ്, മാറാൻ തയ്യാറാവേണ്ടത്. അതുപോലെ തന്നെയാണ് എല്ലാം കൊണ്ടുകൂടി റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതാണ്. എന്താണെങ്കിലും ഈ ക്ലീശകൾ അരുന്ന് കൂട്ടി ചത്തട്ടും അവരോട് കൂടെ നടക്കാൻ ഗുഡ്കിയും കഴിച്ച് ബീഡി വിളിച്ചാൽ അവർ ദേഷ്യം വരും, അവർക്ക് വൈരാഗ്യമുണ്ട്. എനിക്ക് ദേഷ്യം വൈരാഗ്യമില്ല. അല്ലെങ്കിൽ വീട്ടുകാരെ കുറിച്ച് തോണ്ടി പരിസരത്തുള്ളവരെ കുറിച്ച് തോണ്ടി കുറ്റം പറഞ്ഞേനെ. ക്രിമിയാട്ടന് ചെന്നിട്ട് അതിൻ്റെ കണക്ഷനും എല്ലാ കണക്ഷനും കൊടുത്ത് ഞാനൊരു പ്രസ്താവന നടത്താം. ക്യാമറയുടെ ഒരു 3 ലക്ഷത്തിൻ്റെ ആസ്തി ഉണ്ടെങ്കിൽ ആ ക്യാമറയുടെ കണക്ഷൻ മേടിച്ചിട്ട്, മനസ്സിലായ? അന്നും ആരും ചോദിക്കാൻ പറ്റില്ല, ഇന്നും ആരും ചോദിക്കാൻ പറ്റില്ല. സാധാരണ കാര്യം ചോദിച്ചാൽ അവർ ആട്ടി ഓടിക്കണ രീതിയിൽ സംസാരിക്കുന്ന രീതി വരുന്ന മാത്രം. അത് സ്വന്തം കാര്യം നോക്കി എല്ലാവരുടെ കാര്യം മനസ്സിലാക്കിയിട്ടാണെങ്കിലും സന്തോഷത്തോടെ സ്ട്രോങ് ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണവരുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ബെഡി തലയിടരുതെന്ന്. വിഡ്ഢിയന്മാർക്ക് എനിക്കെന്താ ആവശ്യം? അവർ ഗ്ലീഷ് കുട്ടി കഴിച്ചു നടക്കുന്നവരാണ്. സിനിമയെ കുറിച്ച് ഒരു ഗ്ലീഷ് ആരായാലും മുണ്ട് മടക്കി കുത്തി നടക്കുന്ന വിഡ്ഢികൾ ഏതോ വയസ്സ് തൊട്ട്. അത് ഇവിടെ ആലപ്പുഴ തിരുവനന്തപുരമായിട്ട് ഗോവയായിട്ടെല്ലാം ബന്ധമുണ്ട്. അവിടെ പോർച്ചുഗീസാണ്, ഇംഗ്ലീഷായിട്ട് വല്ല ബന്ധമുണ്ട്. ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിട്ടാണ് പോകാത്തത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ളവരെല്ലാവരും പോർച്ചുഗലിൽ വാസസ്ഥലാക്കിയാനെ, പോർച്ചുഗീസ് അവിടെ സ്ഥലം വിടേണ്ടി വന്നതിനെ. ഇല്ല, അങ്ങനെയല്ല. പോർച്ചുഗീസ് വ്യത്യാസമുണ്ട്. അതിൻ്റെ അക്ഷരങ്ങൾ മാത്രമേ ഇംഗ്ലീഷ് ആൽഫബറ്റേ ഉള്ളൂ. അപ്പോൾ പറയുന്ന രീതിയൊക്കെ വളരെ വ്യത്യാസമുണ്ട്. അതാണ് കൊങ്കണി ക്രിസ്ത്യൻസ് മാത്രം സംസാരിക്കുന്നത്. ഹിന്ദുക്കൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ മുസ്ലിംസ് ഉണ്ട്, അവർ ഹിന്ദി തന്നെ സംസാരിക്കുക. അതല്ല ഇവിടെ. കൊങ്കണിയും പോർച്ചുഗീസും വരുന്ന വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അങ്ങനെ കുറേ ഗുഡ്കിയും കഴിച്ച് ബീഡി വലിച്ച് നടക്കണവർ, ദേഷ്യം വരുന്നവർ, അങ്ങനെ ലിവർ പ്രോബ്ലം ഉള്ളൂ. നിങ്ങൾക്ക് അത്തരം വ്യത്യാസം അറിയാണ്ട് ഒരു മുൻകൂട്ടി കാണുമ്പോൾ വിവരം ഉണ്ടായിട്ട് മുൻകൂട്ടി കാണാൻ ശ്രമിക്കുക. സിനിമേനെ കുറിച്ച്, ഒരു ആക്ടേഴ്സിനെ കുറിച്ച്, അങ്ങോട്ട് വാ ഒരു പാട്ടിനെ കുറിച്ച് ഒന്നും സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു അന്നോ. മുഖത്ത് നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്ക കഴിക്കണ ഹോസ്റ്റൽ ഫുഡ് തന്നെ ഒരു കൂട്ടത്തോടെ ഇരുന്ന് ഗുഡ്ക്കും കഴിച്ച് ബീഡി വലിച്ച് നടക്കണ രീതിയില്ല. അപ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട്. നിങ്ങൾ അങ്ങനെയാണ് തോന്നുന്നുള്ളത്. പാട്ട് അങ്ങനത്തെ കേൾക്കണില്ലേ, പാട്ട് കേൾക്കണില്ല തോന്നണല്ലേ? അത് 15, 16, 17 വയസ്സിലത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോഴും എത്ര വയസ്സ് തീർന്നു? എപ്പോഴും അതുപോലെ അതിനേക്കാളും പക്വതയും ആയിട്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ കുറേ വയസ്സന്മാരെ കാര്യകൃഷി മൊത്തം തെറ്റിയിട്ട് കുഴിയിലേക്ക് വീഴാൻ കാത്തിരിക്കണവർ, തമ്മിൽ കുഴി ചാടിക്കണവരെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യങ്ങൾക്ക്? തമ്മിൽ കുഴി ചാടിക്കുക. റോമൻ കാത്തലിക്, ആൻറ്റി ക്രൈസ്റ്റ്, കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് പറയാം. എന്താ വെച്ചാൽ കന്യക മൂത്തവനായിട്ട് ജനിച്ചു, അല്ലെങ്കിൽ കടിഞ്ഞൂലായിട്ട് ജനിച്ചു. അല്ലാണ്ട് 6-7 പിള്ളേരുണ്ടായിട്ട് കല്യാണത്തിന് മുമ്പുണ്ടായെന്ന് കാണിക്കുന്നതാണ്. നിരഹിതം പോലെ എൻ്റെ മേൽ നിറവേറട്ടെ. റോമൻസ് ഉണ്ടായ എന്തായാലും വിശ്വാസമായിട്ട് സ്വീകരിച്ചു. യേശു എന്ന പേരിട്ടെ. യേശു എന്ന പേരിടാൻ ക്രിസ്ത്യാനിക്കുള്ള മാലകമാർ മോളിൽ നിന്ന് സ്പേസ് എന്ന് പറഞ്ഞു വന്നിട്ടല്ലേ പറയണേ. അത് തമ്മിൽ ദൂതന്മാർ പറയുന്നത് ഇവനെ കളയരുത്, ഇവന് യേശു എന്ന് പേരിടണം, ഇമ്മാനുവൽ എന്ന് പേരിടണം എന്ന് പറഞ്ഞില്ല. 2000 വർഷം മുമ്പ് യേശുവെ പറഞ്ഞ പോലെ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇപ്പോഴും കാരിസ് എന്ന് പറയുന്നത് എൻ്റെ യേശു എന്ന് പേരിടാം. യേശു യഹോവ സാൽവേഷൻ. അടുത്തടുത്ത് അങ്ങനെയുള്ളവർക്ക് ആർക്കും പേരില്ല. അപ്പോൾ ആ സമയത്താണ് കടിഞ്ഞൂലായിട്ട് പിറന്നു, കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് കാണിക്കുന്നതാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. അവിടെ കന്യകയിൽ നിന്ന് ആരാധിക്കാനും പറഞ്ഞിട്ടില്ല. നശ്വരമായ സ്ത്രീയോ, നശ്വര ഹ്യൂമൻസ്, നശ്വര മൃഗങ്ങളെ ആരാധിക്കാൻ പാടില്ല. പാതിരി വേഷം കെട്ടി നടക്കുന്നവരാണ്. കുമ്മുട്ടിയോട് ചോദിച്ചാൽ ക്രിസ്ത്യാനിറ്റി കുറിച്ചൊന്നും അറിയില്ല. പാതിരി വേഷം കെട്ടണ റോമൻ കാത്തലിക്സിനെ കുറിച്ച് പറയും. റോമൻ കാത്തലിക്സ് ആയി ക്രിസ്ത്യാനിറ്റി ബന്ധമില്ല. ബൈബിളിൻ്റെ മുക്ക് മൂലയ്ക്ക് അറിയാലോ. അത് വായിക്കുമ്പോഴും ജോലി പോകുമ്പോഴും ഈ വെട്ടിത്തം മൂട്ടിന് വിടലായിരുന്നു പണി. അടുക്ക് പാതിരികളാരെങ്കിലും കന്യാസ്ത്രീകളാരെങ്കിലും പാതിരികൾക്കെതിരായ കന്യാസ്ത്രീകൾക്കെതിരെ സംസാരിക്കുകയോ ഇല്ല. അവർ ആ വെട്ടിത്തത്തിൽ തന്നെ നിരന്ന് ആ വെടിവേഷം കെട്ടി വെച്ചാൽ 3 തുള്ളി വെള്ളം ഒഴിക്കണ കാര്യം പറഞ്ഞു. ആ വെള്ളമാണ് ഞാൻ പറഞ്ഞു, അല്ലാണ്ട് 3 തുള്ളി വെള്ളം ഒഴിക്കണ കാര്യം പറഞ്ഞിട്ടില്ല. അത് മുങ്ങി നിവരണതിനെ പറയണേ. അപ്പോൾ അതുപോലത്തെ പള്ളിയിലും മലമേലും ചെന്ന് പ്രാർത്ഥിക്കേണ്ടാത്ത കാലം വരുന്നു. അതായത് ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, ജൽപ്പന ജപമാലയും ചൊല്ലുന്നതല്ല ശരി എന്ന് പറഞ്ഞ ആ രീതിയിലാണ് വന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ പുഷ്ടിപ്പെടുത്തുക. സദ്വചനങ്ങൾ, സ്ട്രോങ് വചനങ്ങൾ പറഞ്ഞ് പുഷ്ടിപ്പെടുത്തുക. അതാണ് പ്രാർത്ഥന. അല്ലാണ്ട് ഞാൻ ഈ അങ്ങനെയാണോ പറയണത്? അല്ല. ഈ വെഡിത്തങ്ങളിൽ നിന്ന് ജീവനില്ലാത്ത ഒരു മധ്യസ്ഥനുള്ളൂ, ഒരു മഹാപുരോഹിതനുള്ളൂ, ഒരു പരിശുദ്ധനായിട്ട് ഏകനുള്ളൂ. അതാണ് ജീവനുള്ള ദൈവവും യേശുവാണ് തമ്മിലുള്ള സ്നേഹം.
അതുകൊണ്ട് കുറേ പാതിരികൾ നശ്വരമായ ഹ്യൂമൻസിന് നശ്വരമായ മൃഗങ്ങളെയും നശ്വരമായ ഹ്യൂമൻസിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടുള്ളേ ജൽപ്പനും ജപമാലയും യഹോവയ്ക്ക് ആലോചിച്ച് കാണും. അതൊക്കെ പറഞ്ഞു നിന്നിട്ടും ഈ വിഡ്ഢിത്തത്തിൽ തുടരാക്കുന്ന കാണാവില്ലേ? അവരൊക്കെ പാലും കഴിച്ച് കുട്ടി കഴിച്ചിട്ട് വേ നടക്കണ വിഡ്ഢികളാണ്. റോമൻ കാത്തലിക്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനല്ല, മുസ്ലിംസും ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധമില്ല. അല്ലെങ്കിൽ അവരെന്തെങ്കിലും വിവരമുള്ള വചനങ്ങൾ വാക്കുകൾ പറഞ്ഞേനെ. തൊലയെ കണ്ട കത്തിച്ച കാണവരെ ഇങ്ങനെ ശോഷിച്ച വാക്ക് പറഞ്ഞിട്ട് ആ തൊലഞ്ഞ വിഡ്ഢിത്തത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ വിഡ്ഢികളാണ് ഇവർ. ഒരു കൂമുക്കോയും കുമ്മുട്ടിയും ഗ്ലീഷും അവരുടെ സിനിമകൾ വരെ ഞാൻ കാണാൻ പോകാറില്ലല്ലോ. കൈ കുമ്മട്ടി ചെയ്യുന്ന ഞാൻ പറഞ്ഞ് നടക്കണുണ്ട. അല്ല കോഹലാലിൻ്റെ ഫേസ് കട്ടിനെ കുറിച്ച് പറയാനുള്ളൂ ഞാൻ. അപ്പം ജീവിതത്തിൻ്റെ അർത്ഥമില്ലോ എന്ന് പറഞ്ഞിട്ട് നടക്കണ പോലെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറയണ്ടെങ്കിൽ ആ വെഡിക്ക് പോയി തൂങ്ങിച്ചാവാൻ പറയാം അതിനോട്. ഇത് സ്ട്രോങ് ആയിട്ട് ജയിക്കാൻ ഒരുമ്പിട്ട് വന്ന് നിൽക്കുന്നത് ഹാരിസ്, മനസ്സിലാവണ്ട. ഇതിനെ തോറ്റ വെഡിത്തെ പറഞ്ഞ് മൂട്ടി വിടുന്ന പോലെയല്ല. അമ്മാമ്മയുടെ പുകയാണ് കോഹലാലി ഇന്നസെൻറ്റും അപ്പം അല്ല അമ്മാമ്മയുടെ സൈന ഒരു തരം വരുമ്പോൾ അതിന് 1988 മുമ്പ് ഒരു വരൾച്ച പിടിച്ച സിനിമകളെല്ലാം ഇറങ്ങണം. 1988 കഴിഞ്ഞ് കണ്ടറിയാം. 99 ഒരു അമ്മരായി പ്യാർക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിനിമ വരുമ്പോൾ 1991 ഹം ആപ്കെ ഹോൻ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ കടിഞ്ഞൂൽ കല്യാണം അങ്ങനത്തെ കുറേ സിനിമകൾ വരുന്നുണ്ട്. മിന്നാരം, കിലുക്കം, വിയറ്റ്നാം കോളനി, അതിലെല്ലാം ഇന്നസെൻ്റ് മോഹൻലാൽ ചേർന്ന് ചന്ദ്രലേഖ, അല്ലെങ്കിൽ അത് മുമ്പ് കുങ്കുമച്ചെപ്പ്, അല്ലെങ്കിൽ മേലെ പറമ്പിൽ ആൺവീട് അതൊക്കെ പറഞ്ഞ് വരുമ്പോൾ ചന്ദ്രലേഖ, ഹംദില്ലത്തു കിസനം, അത് താല് സിനിമക്ക് ഇറങ്ങണം. ആ രീതിയിലാണ് വന്നതാണ് ആ സിനിമകൾ കാണണേ. അല്ലാണ്ട് വേറെ മലയാള സിനിമ വരൾച്ച പിടിച്ച അരുന്ധതി കൊടുത്ത ശബ്ദമല്ല, ഭാഗ്യലക്ഷ്മി വന്ന് ശബ്ദം കൊടുക്കണതാണ്. അപ്പോൾ ആ രീതിയിൽ വന്നതാണ്. സോഷ്യൽ സിനിമ കണ്ടു, ജീവിതത്തിന് അർത്ഥമില്ലാന്ന് വെഡ്ഡികളെ ജയി വിളിക്കാൻ പോയിട്ടില്ലേ, അത് വ്യത്യാസമുണ്ട്. ഏത് കുമ്മുട്ടിനെ കുറിച്ച് നിങ്ങൾ പറയണത് എനിക്കറിയില്ല. അവരെ കുറിച്ച് ഞാൻ ഒന്നും പറയാനുകൂടി പോകണില്ലല്ലോ. അവർ ചന്ദ്രലേഖയ്ക്ക് പകരം കുമ്മുട്ടി കോഹൻലാലിൻ്റെ പകരം വിളിച്ചിരുന്ന വേറെ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ അതുകൊണ്ട് അവരായിട്ട് എനിക്കെന്ത് ബന്ധം? ഒരു കുരുട്ട് മോന്തയാണ് അത് ഇവിടെ വരണല്ലേ. അവരുടെ അങ്ങനെയല്ല ഞാൻ സംസാരിക്കണേ. അത് വ്യത്യാസം മനസ്സിലാക്കുക. നിങ്ങൾക്ക് വല്ല മാനസിക രോഗം ഉണ്ടാകും, നിങ്ങൾ ഗുളിക അടിക്കും. പെണ്ണെന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്, മനസ്സിലാവും. ഒരു ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ് താഴെ കൂടെ. അത് സ്ട്രക്ചർ ഉണ്ട് അറിഞ്ഞോടെ. നിന്റെ കൂടെ എനിക്ക് വളഞ്ഞ മോത്ത കണ്ട നിന്റെ ഈ വളഞ്ഞ വൃത്തികെട്ട വിഡ്ഢി സ്ത്രീയുടെ ഒപ്പം എനിക്ക് അതിന് നാണാവില്ലേ? ഈ വളഞ്ഞ ആണത്തിലെ അണ്ടി മുറിച്ചിട്ട് പന്നിക്ക് ഇട്ട് കൊടുക്കും. പന്നി അത് കേട്ട് ദഹനശക്തി കിട്ടിയോളൂ. ഒന്ന് മനസ്സിലാക്കാൻ പഠിക്കുന്നത്. ഒരു ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ ബ്രെയിന് കൊണ്ട് ദൂരെ കള. ഒരു വെഡ്ഡി സ്ത്രീയുടെ ഇത്ര 4 അടി പൊക്കം കൂടി ഉണ്ടാവും. അതിൻ്റെ അടുത്തിരിക്കാൻ നാണാവില്ലേ വെഡ്ഡി? ഒളിച്ച് പാത്ത ഒരു സ്ഥലത്ത് ഇരിക്കാനായിട്ട് മുഖത്ത് നോക്കി സംസാരിക്കേണ്ട രീതിയില്ല. ഇതൊക്കെ കേട്ട് കണ്ണ് തുറന്ന് ഉറങ്ങി നടന്ന് ജോലിക്ക് പോകണ്ടല്ലോ കിട്ടാനായിട്ട് KSRTCയുടെ മുന്നിൽ. അത് ഫേക്ക് ന്യൂസാണ് എന്തെങ്കിലും നമുക്ക് കണ്ടറിയാം. ഒരു ബുദ്ധിയില്ല. സ്വന്തം സോഷ്യൽ അല്ലെങ്കിൽ നിങ്ങൾ അതല്ല വേറെ വല്ല പുരോഗതിയുള്ള വല്ല മാറാനുള്ള കാണിച്ചാലേ KSRTC ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുക. ഹാപ്പിയോടെ നിർത്തുക. അത് നിങ്ങളെ സ്വയം നിങ്ങളെ വില ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ പപ്പയുടെ സ്വന്തം അപ്പൂസ്, അതൊക്കെ ആ സിനിമയിൽ. പിന്നെ മണിച്ചിത്രത്താഴ്, ആ സിനിമകൾക്ക് വേറെ രീതിയിലുള്ള സൗണ്ട് കൊടുക്കലും വേറെ ശോഭനയുടെ ബോഡി ലാംഗ്വേജ് തന്നെ മാറുന്നുണ്ട്. 1988 തൊട്ട് 1990 കഴിഞ്ഞിട്ടുള്ള സിനിമകൾ വരും. 1991 തൊട്ട് സിനിമകൾ. അപ്പോൾ ആദ്യം തൊട്ട് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക എന്താ? ഒരു വ്യത്യാസം അറിയാം. പഴഞ്ചൻ അത് തന്നെ കയ്യിൽ കയറ്റി വെച്ചിട്ടാണ് ഓരോ വെഡിത്തം ഒരു കൂട്ടത്തിൽ വിളമ്പി. ഈ സിജോ പോലത്തെ വെഡ്ഡികൾ അവർക്ക് ഹോസ്റ്റലിൽ നിന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. കുറേ വെഡിത്തം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ശരിക്കുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ശോഷിച്ച് കിറങ്ങി കഴുങ്ങി നടന്ന് ഈ ചാവാൻ കിടക്കണവർ. 5 മാസം 1 വർഷം ഞാൻ വെറുതെ പറഞ്ഞതല്ല. കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടും. ഇപ്പോൾ കണ്ടിട്ട് സിജോ പറയണ അവർ കണ്ടിട്ട് കൂടിയില്ലല്ലോ. പെണ്ണ് പറയണതെല്ലാം ഡ്രഗ്സ് അടിച്ച് കുടിച്ച് നടക്കണവരാണ് കൂട്ടത്തോടെ. പെണ്ണനും കുഞ്ഞനും എല്ലാം കുടിച്ച് പറയുന്നത് കുടിച്ചിലൊക്കെ കിട്ടി നടന്നിട്ടാണ് ഞാൻ വ്യത്യാസം മനസ്സിലാക്കുക. പിന്നെ ഒരു 2006 2004 ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്ത ശ്രീദേവി ഞാൻ കോപ്പി ചെയ്തത്. ശ്രീദേവിക്ക് തന്നെ 60-80 വയസ്സ് വരെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. 55 വയസ്സിൽ തന്നെ ഇല്ലാണ്ടായി.
അതുപോലെ തന്നെ എനിക്ക് കോമ്പനയുടെയും കുഞ്ചുവാര്യരുടെ വിധി. ഈ മധു എന്നൊക്കെ പറയുന്നത് ജീവനില്ലാത്ത പ്രതിമേന ജീവനിൽ ദൈവമായിട്ടൊരു ബന്ധമില്ല, ജീവനില്ലാത്തവനെ ആരാധിക്കുന്ന വിഡ്ഢിയാണത്. അതിന് മുമ്പ് തന്നെ ഇവർ ചാവും. മോഹൻലാലും കുമ്മൂട്ടിയും 2-3 വർഷമില്ലാന്ന് ഞാൻ പറയണു, നന്നായിട്ട് പറയണു. ഒരു 5-6 വർഷത്തിലധികം നാളൊന്നുമില്ല, ജീവിച്ച അവരുടെ ഭാഗ്യം. ഇങ്ങനെയുള്ള വിഡ്ഢികൾ എന്തിനു ജീവിക്കണമെന്ന് എനിക്കറിയില്ല. ജീവിക്കാന്ന് പറയാൻ പറ്റില്ല. തന്നെ ശോഷിച്ച അവസ്ഥയിൽ മുഴുകി സ്വന്തം തന്തയുടെ തള്ളയുടെ റീട്ടാർഡ് നേച്ചർ അറിവില്ലായ്മ അനുകരിച്ച് അങ്ങനെ ആ ഒരു തരം വളിഞ്ഞ സംസാരവും ഇതൊക്കെയാണ് വരണത്. പറയിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ടി വിയിൽ ഇൻ്റർവ്യൂ കൊടുക്കണം കണ്ടാൽ അറിയാലോ. കൊല്ലോളം കൊഴിക്കും, ഞാൻ തന്നെ കൊല്ലോളം, ഒരു തരം തലയ്ക്ക് വെളിവില്ലാത്ത ആരും പറയിപ്പിച്ച ഒരു തരം അവരുടെ ബോധയ്ക്കനുസരിച്ചല്ല അവർ വർത്തമാനം പറയണത്. അപ്പോൾ കിട്ടാനുള്ളത് 2 വർഷത്തിനുള്ള കോപനയും എല്ലാ വക ചെകുത്താൻ വീടിയുടെ മോന്തയാണ് അതിന്. കോഹൻലാലിനും കുഞ്ചു വാര്യരിനും കുമ്മൂട്ടിക്ക് എല്ലാത്തിനും കിട്ടും. ചെകുത്താൻ വിഡ്ഢി തന്നെ ചേർത്തിട്ടുണ്ട്. വിഡ്ഢികൾക്ക് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ജീവിതത്തിന് അർത്ഥമില്ല എന്ന് അവർ തന്നെ വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെച്ചിട്ടുണ്ട്. വിഡ്ഢി ക്യാമറയുടെ ഒരു പ്രൂഫാക്കി വെച്ചിട്ടാണ് എല്ലാവരും 120 വർഷം മുമ്പ് ജീവിച്ചത്. പണ്ട് 500 വർഷം മുമ്പ് ജനിച്ചവരും ജീവിച്ചവരൊക്കെ ഒരു 120 വർഷം മുമ്പ് കണ്ടുപിടിച്ചൊരു വിഡ്ഢി ക്യാമറയിലും പിടിച്ചിരിക്കുകയാണ്.